എറണാകുളം തിരുവാങ്കുളത്ത് 3 വയസ്സുകാരിയെ പുഴയിലെറിഞ്ഞു കൊന്ന സംഭവത്തിൽ കുട്ടിയെ പീഡനത്തിനിരയാക്കിയ അച്ഛൻ്റെ സഹോദരൻ അറസ്റ്റിൽ. കുട്ടി നിരന്തരം പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലപ്പെടുന്നതിന് തലേന്നും കുട്ടി പീഡനത്തിനിരയായെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. കുഞ്ഞിൻ്റെ സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവും രക്തം കട്ടപിടിച്ച പാടുകളും ഉണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തും. ഇന്നലെ ചോദ്യം ചെയ്യുമ്പോഴാണ് കുറ്റം സമ്മതിച്ചത്. പുത്തൻകുരിശ് ഡിവൈഎസ്പിയുടെയും ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ഒപ്പം ചേരുന്നു. സുധീഷ്, എന്താണ് ഈ കേൾക്കുന്നത്? കൃഷ്ണാചേരി ആരെയും ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് 3.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി ഏറ്റവും സുരക്ഷിതത്വവും ഏറ്റവും സംരക്ഷണവും പ്രതീക്ഷിച്ച ഇടങ്ങളിൽ നിന്ന് തന്നെയാണ് ആ കുട്ടി പീഡനം നേരിട്ടതും കൊലപാതകത്തിന് ഇരയായതും. അതിൽ ഏറ്റവും വേദനാജനകമായ കാര്യം സ്വന്തം പിതാവിൻ്റെ സഹോദരൻ കഴിഞ്ഞ 1.5 വർഷമായി ക്രൂരമായി കുട്ടിയെ പീഡിപ്പിച്ചിരുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. അതിൻ്റെ സൂചനകൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നാണ് ലഭിച്ചത്. അതേ തുടർന്നുള്ള ചോദ്യം ചെയ്യലിലാണ് ഇപ്പോൾ പിതാവിൻ്റെ സഹോദരൻ കുറ്റം സമ്മതിക്കുകയും അതോടൊപ്പം തന്നെ ഈ പീഡന കഥകളെല്ലാം തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. വീട്ടിൽ വെച്ചായിരുന്നു പീഡനം. തുടർച്ചയായി 1.5 വർഷമായി പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ മരണപ്പെടുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം പോലും പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്നതും വ്യക്തമാകുന്നു. പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയായിട്ടുണ്ട്. കുട്ടിയുടെ രഹസ്യഭാഗങ്ങളിൽ മുറിവുണ്ട്, ചതഞ്ഞ പാടുകളുണ്ട്, രക്തം ഉൾപ്പെടെയുള്ളവ അവിടെ നിന്നും ഒലിച്ചിറങ്ങുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പീഡനമാണ് നേരിട്ടത് എന്ന് വ്യക്തമാകുന്നു. ഇത്തരത്തിൽ പീഡനം നടക്കുമ്പോഴെല്ലാം അച്ഛനും അമ്മയും ഒക്കെ അറിഞ്ഞിരുന്നു എന്ന കാര്യങ്ങളിലെല്ലാം ഇനിയും കൂടുതൽ ചോദ്യം ചെയ്യൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്താണ് ഇതേ സാഹചര്യത്തിൽ തന്നെ എന്താണ് ഈ കൊലപാതകത്തിലേക്ക് വഴിവെച്ചതെന്നതിലും വ്യക്തത വരണം. അതിന് ഈ പീഡനവുമായി ബന്ധപ്പെട്ട കാരണങ്ങളുണ്ടോ എന്നതിൽ അറിയേണ്ടതുണ്ട്. ഇതിന് ഇന്ന് കുട്ടിയുടെ അമ്മയെ കസ്റ്റഡിയിൽ വാങ്ങും. കസ്റ്റഡിയിൽ വാങ്ങിയാൽ തെളിവെടുപ്പും അതോടൊപ്പം തന്നെ ചോദ്യം ചെയ്യലും ഉണ്ടാവും. വിശദമായ ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ ഈ കാര്യങ്ങളിൽ വ്യക്തത വരൂ എന്നതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇന്ന് തന്നെ കുട്ടിയുടെ പിതാവിൻ്റെ സഹോദരൻ ഈ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനാണ് സാധ്യത. കോലഞ്ചേരി കോടതിയിലാണ് പ്രതിയെ ഹാജരാക്കുന്നത്. അതിനു മുമ്പ് വൈദ്യപരിശോധന നടത്തും. പിന്നീട് ഇത് കേസ് പോക്സോ കോടതിയിലേക്ക് കൈമാറും. അവിടെ നിന്നാവും ഒരു പക്ഷേ കസ്റ്റഡിയിൽ വാങ്ങുക എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ കോലഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം ഈ കേസിൻ്റെ വിചാരണ എല്ലാം തന്നെ നടക്കുന്നത് പോക്സോ കോടതിയിലായതുകൊണ്ട് ഈ കേസ് പൂർണ്ണമായും പോക്സോ കോടതിയിലേക്ക് മാറ്റി നൽകാനാണ് സാധ്യത. ഇതേ പശ്ചാത്തലത്തിൽ തന്നെ എടുത്തു പറയേണ്ടത് കുട്ടിയുടെ അമ്മയെ കസ്റ്റഡിയിൽ വാങ്ങിയാൽ വിശദമായി ചോദ്യം ചെയ്യുക. അടുത്ത ദിവസം തന്നെ ഈ പ്രതിയെയും ഈ ബന്ധുവായ പ്രതിയെയും കസ്റ്റഡിയിൽ വാങ്ങി ഇവരെ ഒരുമിച്ച് ചോദ്യം ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട്. ഇതിൻ്റെ എല്ലാ അന്വേഷണം ഇപ്പോൾ പുത്തൻകുരിശ് ഡിവൈഎസ്പിയും അതോടൊപ്പം തന്നെ ആലുവ ഡിവൈഎസ്പിയും സംയുക്തമായാണ്. ഇവരുടെ കീഴിൽ ഒരു സംഘത്തെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. ഈ പ്രത്യേക ഒരുപക്ഷെ ആ പിഞ്ചു കുഞ്ഞ് നിശ്ചലമായി കിടന്ന സമയത്ത് കൊലയാളി അമ്മയ്ക്കു നേരെ വിരൽ ചൂണ്ടി കരഞ്ഞു കണ്ണു കലങ്ങിയവരുടെ കൂട്ടത്തിൽ ഈ മനുഷ്യമൃഗവും ഉണ്ടായിരുന്നിരിക്കാം, അല്ലേ? ഉണ്ടായിരുന്നിരിക്കാമെന്നല്ല, ഉണ്ടായിരുന്നു. സംസ്കാര ചടങ്ങുകളിലടക്കം വിങ്ങിപ്പൊട്ടി ഏവരെയും വേദനിപ്പിച്ച ഒരു മുഖമായിരുന്നു ഈ പ്രതിയുടേതെന്നത് എടുത്തു പറയേണ്ടതാണ്. എന്നാൽ ഇത്ര ക്രൂരനായിരുന്നു എന്നത് പിന്നീടാണ് വ്യക്തമാകുന്നത്. എന്നാൽ ഈ പോസ്റ്റ്മോർട്ടം നടത്തി കഴിയുമ്പോൾ തന്നെ ഇയാൾ നിരീക്ഷണത്തിലായിരുന്നു. കാരണം അത് കഴിഞ്ഞ ഉടൻ തന്നെ ഈ വിവരം ഇത്തരത്തിൽ പീഡനം നടന്നിട്ടുണ്ട് എന്ന വിവരം പോലീസിന് ഈ ഡോക്ടർമാർ കൈമാറിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് കുട്ടിയുടെ അമ്മയെ റിമാൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഇല്ലെങ്കിൽ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ അമ്മയോടെ ചില വിവരങ്ങൾ ഈ അന്വേഷണ സംഘം ചോദിച്ചിരുന്നു. അവിടേക്ക് പുത്തൻകുരിശ് ഡിവൈഎസ്പിയും എത്തിയിരുന്നു. ആലുവ ഡിവൈഎസ്പി ഉണ്ടായിരുന്നു, ആലുവ റൂറൽ എസ് പി ഉണ്ടായിരുന്നു. ഇവരുടെ എല്ലാ നേതൃത്വത്തിൽ കുട്ടിയുടെ അമ്മയോട് അന്ന് തന്നെ വിവരങ്ങൾ ആരാഞ്ഞിരുന്നു. തുടർന്ന് ഇന്നലെ രാവിലെ തന്നെ കുട്ടിയുടെ അച്ഛനടക്കം 3 പേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും ചോദ്യം ചെയ്യുകയും മൊഴിയെടുക്കുകയും ചെയ്തു. ഇതിൽ ചോദിച്ചറിഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറ്റക്കാരൻ ഈ ആളാണ് എന്ന് വ്യക്തമായതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് 2 പേരെയും മടക്കി അയക്കുകയായിരുന്നു. പിന്നീടുള്ള വിശദമായ ചോദ്യം ചെയ്യലിലാണ് കുറ്റകൃത്യം സമ്മതിച്ചത്. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് കുറ്റകൃത്യം സമ്മതിച്ചത് എന്ന് പറയുന്നു. എന്നാൽ പൊട്ടിക്കരച്ചിൽ ഇയാൾക്ക് ഒരു പുത്തരിയല്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഇയാളുടെ കരച്ചിൽ കണ്ടതാണ്. എന്നാൽ അതിൽ യാഥാർത്ഥ്യമില്ല, അതിൽ സത്യസന്ധത ഇല്ല എന്നതാണ് ഈ പീഡന
കേസ് ഈ കുട്ടിയോട് കാണിച്ച കൊടും ക്രൂരതയിൽ നിന്നും വ്യക്തമാകുന്നത്. ആ രീതിയിൽ മാധ്യമങ്ങൾക്ക് മുമ്പിലുമെല്ലാം വലിയ അഭിനയ പ്രകടനങ്ങൾ കാഴ്ചവെച്ച വ്യക്തിയാണ്. ഒരുപക്ഷെ ഈ കുട്ടിയുടെ മരണത്തിലേക്ക് പോലും തള്ളിവിട്ടതിന് അത് തന്നെയാവണം കാരണം. അത്തരം സാധ്യതകളിലേക്കാണ് ഇപ്പോൾ അന്വേഷണം വിരൽ ചൂണ്ടുന്നത്. എന്തുതന്നെയായാലും അതിക്രൂരമായി കുട്ടിയെ കഴിഞ്ഞ 1.5 വർഷമായി പീഡിപ്പിച്ചിരുന്ന വ്യക്തിയാണ്. കുട്ടിയുമായിട്ട് മറ്റ് സമയങ്ങളിലൊക്കെ വലിയ സൗഹൃദത്തിൽ ഇടപെടുന്നതും കാണാമായിരുന്നു എന്നാണ് മറ്റ് നാട്ടുകാരും എല്ലാം തന്നെ പറയുന്നത്. എന്നാൽ ഇതിൻ്റെ എല്ലാം പിന്നിൽ ഈ പീഡനം എന്ന ക്രൂര ലക്ഷ്യം തന്നെയായിരുന്നുവെന്ന അനുമാനമാണ് ഇപ്പോൾ നിലനിൽക്കുന്നതും. കൃഷ്ണരാജ്. സുധീഷ് ഗോപാൽ, കൊന്നത് അമ്മയാണ്, പീഡിപ്പിച്ചത് അച്ഛൻ്റെ അടുത്ത ബന്ധുവാണ്. നോക്കൂ, ഈ അമ്മ പോലീസിനോട് പറഞ്ഞതായി വരുന്ന വിവരം ഞാൻ എൻ്റെ കുഞ്ഞിനെ രക്ഷിച്ചതാണ് എന്നാണ്. ഈ അമ്മ പറഞ്ഞതായി എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? ഈ ബന്ധു അറസ്റ്റിലായതിനെ തുടർന്നോ അല്ലെങ്കിൽ ബന്ധു സംശയത്തിൻ്റെ നിഴലിലാണെന്ന് ബോധ്യപ്പെട്ടപ്പോഴോ ഈ അമ്മ പറഞ്ഞതായി എന്തെങ്കിലും കാര്യങ്ങൾ പോലീസ് പറയുന്നുണ്ടോ? കൃഷ്ണരാജ്, ഈ കേസുമായി ബന്ധപ്പെട്ട് വ്യക്തമായ ഒരു വിശദീകരണം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ല. നമുക്ക് എല്ലാം അനൗദ്യോഗികമായി ലഭിച്ച വിവരങ്ങൾ മാത്രമാണുള്ളത്. ഔദ്യോഗികമായ ഒരു വിശദീകരണം ലഭിക്കാതെ ഈ അമ്മയുടെ ഇതിനകത്തെ പങ്കും ഇല്ലെങ്കിൽ അമ്മ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരം നൽകിയോ എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്കൊരു വിലയിരുത്തൽ സാധ്യമല്ല. എന്തു തന്നെയായാലും ഇന്ന് ആലുവ റൂറൽ എസ് പിയുടെ ഭാഗത്തുനിന്ന് ഇത് സംബന്ധിച്ച ഒരു വിശദീകരണം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അമ്മയെ അന്ന് ഈ പോസ്റ്റ്മോർട്ടത്തിൻ്റെ വിവരം പുറത്തു വന്ന ഉടൻ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരും മറ്റും അമ്മയോട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചിരുന്നതായി വിവരം ലഭിച്ചിരുന്നു. എന്നാൽ അമ്മ എന്താണ് അതിന് നൽകിയ മറുപടി എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല. അമ്മയും ഈ കുട്ടിയുടെ അച്ഛൻ്റെ സഹോദരനും തമ്മിലുള്ള അടുപ്പമടക്കമുള്ള കാര്യങ്ങളിലും ചോദിച്ചിരുന്നു. ഇതിലെല്ലാം കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അത് സംബന്ധിച്ച് എന്താണ് കുട്ടിയുടെ അമ്മ നൽകിയ മറുപടി എന്നതിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നു. എന്നാൽ ഒരുപക്ഷെ അമ്മ നൽകിയ വിവരം കൂടിയാവാം ഈ 3 പേരെ ഇന്നലെ ചോദ്യം ചെയ്തതിൽ ഈ ആളിലേക്ക് പോലീസ് കൂടുതൽ സംശയത്തിലേക്ക് എത്താനുള്ള കാരണം എന്നാണ് അനുമാനിക്കുന്നത്. അതിൽ അമ്മയുടെ പക്കൽ നിന്നും ചില സാമ്പത്തിക കാര്യങ്ങളിൽ ഉൾപ്പെടെ ഈ ഭർത്താവിൻ്റെ സഹോദരൻ ഇടപെട്ടിരുന്നതായും മറ്റും സൂചനകളുണ്ട്. ഇതെല്ലാം സംബന്ധിച്ച് പോലീസ് കൂടുതൽ കൃത്യതയും വിശദീകരണവും നൽകേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്കത് ആധികാരികമായി പറയാൻ സാധിക്കൂ. എന്തുതന്നെയായാലും അമ്മയിൽ നിന്ന് ഈ ചോദ്യം ചെയ്യലൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അമ്മയിൽ നിന്നും പോലീസ് വിവരം തേടിയിരുന്നു എന്ന് നമുക്കറിയാം. അത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു ഇല്ലെങ്കിൽ ആ പോസ്റ്റ്മോർട്ടത്തിൻ്റെ വിവരങ്ങൾ ഡോക്ടർമാർ കൈമാറിയതിന് തൊട്ട് പിന്നാലെയായിരുന്നു. കൃഷ്ണരാജ്. സുധീഷ് ഗോപാൽ, ഈ കുട്ടി നിരന്തരം പീഡിപ്പിക്കപ്പെട്ടു എന്നാണല്ലോ. അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇതിൻ്റെ തലേന്നും പീഡിപ്പിക്കപ്പെട്ടു എന്നത് ബോധ്യപ്പെട്ടു. ഒരുപക്ഷെ ഈ നിരന്തരം പീഡിപ്പിക്കപ്പെട്ടു എന്ന് അമ്മ പറഞ്ഞതായിരിക്കുമോ, അമ്മ വെളിപ്പെടുത്തിയതായിരിക്കുമോ? കൃഷ്ണരാജ്, അത് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള കുട്ടിയുടെ പിതാവിൻ്റെ സഹോദരൻ തന്നെ ചോദ്യം ചെയ്യലിൽ അത് സമ്മതിച്ചിട്ടുണ്ട്. വീട്ടിൽ വെച്ചാണ് പീഡിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഏതാണ്ട് 1.5 വർഷക്കാലമായി പീഡിപ്പിക്കുന്നുണ്ട് എന്നത് അതുമായി ബന്ധപ്പെട്ട് സമ്മതിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും നിരന്തരം ആ വർഷങ്ങളായുള്ള പീഡനത്തിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. അതിൽ തന്നെ പ്രകൃതി വിരുദ്ധമടക്കം ക്രൂരമായ പീഡനങ്ങളാണ് നടന്നിട്ടുള്ളതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇപ്പോൾ അത് കഴിഞ്ഞ 1.5 വർഷമെന്ന് പറയുമ്പോൾ കുട്ടിയുടെ പ്രായം കൂടി നമ്മൾ ഓർക്കണം. ഇപ്പോൾ തന്നെ 3.5 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയെ 1.5 വർഷമായി അതിക്രൂരമായി പീഡിപ്പിച്ചിരുന്നു എന്നതാണ് വെളിവാകുന്നത്. അത്തരം കൊടും ക്രൂരത തന്നെയാണ് നടന്നിട്ടുള്ളത്. അത് സംബന്ധിച്ച വ്യക്തമായ തെളിവുകൾ പോലീസിൻ്റെ പക്കൽ ഇപ്പോൾ ഉണ്ട് എന്നതാണ് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നതും. കൃഷ്ണരാജ്. ശരി, ഏതായാലും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്തു വരുന്നത്. എറണാകുളം തിരുവാങ്കുളത്ത് 3 വയസ്സുകാരിയെ പുഴയിലെറിഞ്ഞ് കൊന്ന സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ കുട്ടി പീഡനത്തിനിരയായിരുന്നു എന്ന വാർത്ത വരുന്നു. അച്ഛൻ്റെ അടുത്ത ബന്ധുവാണ് നിരന്തരം കുട്ടിയെ പീഡിപ്പിച്ചത് എന്ന വാർത്ത വരുന്നു. കൊല്ലപ്പെടുന്നതിന് തലേന്നും കുട്ടി പീഡനത്തിനിരയായെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവും രക്തം കട്ടപിടിച്ച പാടുകളും ഉണ്ടായിരുന്നു എന്നാണ്. ഏതായാലും പ്രത്യേക അന്വേഷണ സംഘം കൂടുതൽ പരിശോധനയിലേക്ക് നീങ്ങുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു സുധീഷ് ഗോപാൽ. കേരളം ഞെട്ടുന്ന വാർത്തയുടെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ, വിവരങ്ങളൊക്കെ വരും വാർത്തകളിൽ പിന്നാലെ നൽകും.